നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലാലിഗയിൽ മാഡ്രിഡ് ഡെർബിയാണ് അരങ്ങേറുന്നത്. നഗരവൈരികളായ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള മത്സരം ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 നമുക്ക് കാണാൻ കഴിയുക. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത്. ലാലിഗയിൽ ഇതുവരെ ഈ സീസണിൽ ഒരു തോൽവി പോലും അറിയാത്ത രണ്ട് ടീമുകൾ തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത മത്സരം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡ് മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും അവരുടെ ആരാധകർ പൂർണ്ണമായും ഇപ്പോൾ ഹാപ്പിയല്ല. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തി നൽകുന്ന പ്രകടനം ഇതുവരെ റയലിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ചില ആരാധകരുടെ അഭിപ്രായം. ടോണി ക്രൂസിൻ്റെ അഭാവം അത് നന്നായി നിഴലിച്ച് കാണുന്നുണ്ട്. അത്ലറ്റിക്കോയുടെ പരിശീലകനായ ഡിയേഗോ സിമിയോണിയും ഇപ്പോൾ ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രൂസ് ഇല്ലാത്തത് റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തിരിച്ചടിയാണ് എന്നാണ് സിമിയോണി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ടോണി ക്രൂസ് പോയതിലൂടെ റയൽ മാഡ്രിഡിന് വളരെ പ്രധാനപ്പെട്ട ഒരു താരത്തെയാണ് നഷ്ടമായിട്ടുള്ളത്. എല്ലാ പരിശീലകരും ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് ക്രൂസ്. അവരുടെ അറ്റാക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു താരത്തെയാണ് അവർ ഇപ്പോൾ അന്വേഷിക്കുന്നത്. മധ്യനിരയിൽ വളരെയധികം കാമായിട്ടുള്ള ഒരു താരത്തെ അവർക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് പുതിയ താരങ്ങളെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്, പക്ഷേ റയലിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ആർദ ഗുളറും മോഡ്രിച്ചും ഒക്കെ ഉണ്ട്. ഇതാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അവസാനമായി കളിച്ച 5 മാഡ്രിഡ് ഡെർബികളിൽ കേവലം ഒരെണ്ണത്തിൽ മാത്രമാണ് റയലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് 2 തവണ റയൽ മാഡ്രിഡ് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനൊരു കണക്ക് തീർക്കുക, പ്രതികാരം തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും റയൽ മാഡ്രിഡ് ഇന്ന് ഇറങ്ങുക. സൂപ്പർ താരം കിലിയൻ എംബപ്പയുടെ അഭാവം അത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.